താങ്കൾ തന്നെ ശരിയായി വിലയിരുത്തിയതുപോലെ പാർട്ടി അതിശക്തമായി ഡിഫെൻഡ് ചെയ്യേണ്ട മതേതരത്വ മൂല്യങ്ങൾ പാലിക്കേണ്ട ഘട്ടങ്ങളിൽ അവിടെ വീഴ്ച പറ്റുന്നു. അത് പാർട്ടി സഖാക്കൾക്ക് PK ഗോപൻ മുതൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണത്. അതങ്ങനെയല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം അതുകൊണ്ടാണ് അത്രയധികം വിമർശനം അതിനെതിരെ ഉയർന്നു വന്നത്. എങ്കിൽ അത് കേവലമായൊരു പിഴവ് മാത്രമാണോ പാർട്ടിക്ക് പറ്റിയത്? അതല്ല, അതൊരു അടവ് നയമായിരുന്നു. അജിംസെ, ആ ചോദ്യം യഥാർത്ഥത്തിൽ നമ്മളൊരു പ്രശ്നത്തെ വിലയിരുത്തുമ്പോൾ യെസ് ഓർ നോ, രണ്ടും എത്ര എന്ന ചോദ്യം രാഷ്ട്രീയത്തിൽ സംജാതമാകും. രാഷ്ട്രീയത്തിൽ അത് സംവേദനാത്മകമാകണമെന്നില്ല. അതായത് യോഗി ആദിത്യനാഥിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ അത് ഒരു കാരണവശാലും നമുക്ക് സ്വീകാര്യമാവില്ല. പക്ഷേ അവിടെ അന്നേരത്തെ സന്ദർഭത്തിൽ RSSും BJPയും അയ്യപ്പ സംഗമത്തിനെതിരായിട്ട് വലിയ ബഹളം ഉണ്ടാക്കുകയും അവർ ബദൽ അയ്യപ്പ സംഗമം പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോഴാണ് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകൾക്ക് സന്ദേശങ്ങൾ അയച്ച കൂട്ടത്തിൽ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ വരുന്ന സ്റ്റേറ്റുകളിലും ആ കത്തയച്ചു. അതിൽ യോഗി ആദിത്യനാഥിൻ്റെ കത്തെടുത്ത് വായിക്കുന്നതിൻ്റെ കാരണം അത് BJPക്കുള്ളൊരു മറുപടിയായിട്ടാണ് വായിച്ചത്. എന്നാൽ പോലും അത് ജനങ്ങളിലുണ്ടാക്കിയ ആശങ്കയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചത് തെറ്റാണെന്ന് പറയുന്നത്. ഇനി അങ്ങ് ചോദിച്ച അടവ് നയമാണോ? ഒരു കാരണവശാലും അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അടവ് നയം വർഗീയതയോട് കോംപ്രമൈസ് ചെയ്ത് CPMന് ഒരു അടവ് നയമില്ല. ഒരു കമ്മ്യൂണൽ പോളിറ്റിക്സുമായിട്ടും ഒരു തരത്തിലുള്ള വർഗീയതയുമായിട്ടും സന്ധി ചെയ്തുകൊണ്ടുള്ള ഒരടവ് നയം CPMൻ്റെ നയത്തിൻ്റെ ഭാഗമായി, അത് അടവുപരമായ നയമായാലും തന്ത്രപരമായ നയമായാലും ഏത് സ്ട്രാറ്റജി ആയാലും, ലോങ് ടൈം സ്ട്രാറ്റജി ആയാലും മിഡ് ടൈം സ്ട്രാറ്റജി ആയാലും ഷോർട്ട് ടൈം അങ്ങനെയാണ് വേണ്ടത്. ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താൻ ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കൂ, സർക്കാർ പരിപാടിയല്ല അവിടെ നടന്നത്. അയ്യപ്പ സംഗമത്തിൽ നടന്നത് സർക്കാരിന് ഒരു ബന്ധവുമില്ല എന്ന് സർക്കാരും പാർട്ടിയും പലവട്ടം പറഞ്ഞതാണ്. അത് ദേവസ്വം ബോർഡ് നടത്തിയ പരിപാടിയാണ്. അവിടെ ദേവസ്വം ബോർഡ് മന്ത്രിയായ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇത് വായിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ദേവസ്വം ബോർഡ് തീരുമാനിച്ചാവില്ലല്ലോ, പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം അത്രയും സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഏതെങ്കിലും കമ്മിറ്റിയോട് ആലോചിക്കില്ലേ? കുറഞ്ഞ പക്ഷം സെക്രട്ടേറിയറ്റിൽ ഞാനിങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ ആർക്കെങ്കിലും ഇതിന് അക്കൗണ്ടബിലിറ്റി വേണ്ടേ? കുറഞ്ഞ പക്ഷം VN വാസവന് ആ തെറ്റിൽ അക്കൗണ്ടബിലിറ്റി വേണ്ടതെന്നാണ് എൻ്റെ ചോദ്യം. അജിംഷെ, ഞാൻ പറഞ്ഞില്ലേ, ഈ ചർച്ചയിൽ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നടന്ന ചർച്ചയിൽ ഇപ്പോൾ ജനങ്ങളോട് എന്തെല്ലാം പറയണം ആ ചർച്ചയുടെ ഭാഗമായി അവിടെ നടന്ന മുഴുവൻ ചർച്ചയും ശ്രീ സഖാവ് ഗോവിന്ദൻ മാഷ് വിശദീകരിച്ചിട്ടില്ല. പിന്നെ അയ്യപ്പ സംഗമം കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ, നേരത്തെ CPM വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു പരിപാടിയാണ്. അത് ദേവസ്വം ബോർഡ് ഗവൺമെൻറ്റുമായിട്ട് ലിങ്ക് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡ് രൂപീകരിക്കലും അത് നടത്തിക്കൊണ്ടുപോകലും. നമുക്ക് ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളുടെ പ്രത്യേക ജോലി ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടതില്ല. ഇത് ചരിത്രപരമായി നമ്മുടെ കയ്യിൽ വന്നൊരു ജോലി ആയതുകൊണ്ട്, തൊഴിലെന്ന് ഉള്ളത് പിൻവലിക്കുന്നു, ഒരു കടമയായതുകൊണ്ട്, ഉത്തരവാദിത്തമായതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ അവരെ ഏറ്റെടുക്കുകയും ദേവസ്വം ബോർഡ് ഒരു മന്ത്രിയുണ്ട്. അത് നേരത്തെ ആ സന്ദേശം എത്തി അത് ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു സന്ദർഭവും സമയം അവിടെ കിട്ടിയിട്ടില്ല. അവിടെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സന്ദേശം എത്തി, അത് ഗവൺമെൻറ്റിലല്ല അയച്ചത്, ദേവസ്വം ബോർഡിലേക്ക് വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു പ്രതികരണം RSSനെ ഡിഫെൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ ചെങ്കോട്ടുകോണം സ്വാമി ഉൾപ്പെടെയുള്ളവർ അവിടെ വന്ന് നടത്താൻ പോകുന്ന അയ്യപ്പ സംഗമത്തിലൂടെ അവർ പഴയ നിലയ്ക്കൽ പ്രശ്നം, ഞാൻ തന്നെ ഈ ചർച്ചയിൽ പലയിടത്ത് ചൂണ്ടിക്കാണിച്ചതാണ്, പഴയ നിലയ്ക്കൽ പ്രശ്നത്തിൽ എങ്ങനെയാണോ ശബരിമല കൈയടക്കാൻ അവരെത്തിയത്, അതേ ആളുകൾ തന്നെ, അതേ ചെങ്കോട്ടുകോണത്തിൻ്റെ അന്നത്തെ സ്വാമിയല്ല ഇന്നത്തെ സ്വാമി എന്ന് മാത്രമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സ്വാമി വന്ന്, കാരണം ഞാൻ ആ കാലത്തൊക്കെ ചെറുപ്പകാലത്ത് വിദ്യാർത്ഥി ജീവിതകാലത്ത് അതെല്ലാം പ്രസംഗിച്ച് നടന്ന ഒരാളാണ്. അപ്പോൾ അയ്യപ്പ സംഗമത്തിന് എതിരായിട്ട് നിന്ന ഒരു സമീപനത്തെ ചോദ്യം ചെയ്യാൻ ഇത് ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ആളിൻ്റെ സന്ദേശം വായിക്കുകയാണ്. പക്ഷേ അജിംസെ, അത് ആ പക്ഷേക്ക് വളരെ പ്രസക്തിയുണ്ട്. കേരളത്തിൽ അതിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ അത് ദുരുപയോഗം ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് പാർട്ടി സ്വയം വിമർശനപരമായിട്ട് മനസ്സിലാക്കുന്നു. അത് തിരുത്തും.